ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകനാഥം. ഹരേ കൃഷ്ണ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അലങ്കാരപ്രിയനായ ശ്രീ മഹാവിഷ്ണുവിന്റെ ആഭരണങ്ങളും ആയുധങ്ങളും എന്തെല്ലാമാണെന്ന് അറിയാമോ? ഭഗവാൻ കണ്ടത്തിൽ ധരിച്ചിരിക്കുന്ന രത്നമാണ് കൗസ്തുഭം. പണ്ട് പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉയർന്നു വന്നതായിരുന്നു ഈ രത്നം. മഹാവിഷ്ണു കഴുത്തിൽ ധരിച്ചിരിക്കുന്ന മാലയാണ് വൈജയന്തി. 5 രത്നങ്ങൾ ഒരുമിച്ച് ചേർത്ത് നിർമ്മിച്ച ഈ മാലയ്ക്ക് വനമാല എന്നും പേരുണ്ട്. പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ നെഞ്ചിലുള്ള ഒരടയാളമാണ് ശ്രീവത്സം. ഒരിക്കൽ ഭൃഗു മഹർഷി കോപിഷ്ഠനായി വിഷ്ണു ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയപ്പോൾ ഉണ്ടായ അടയാളമാണത്. വിഷ്ണു ഭഗവാന്റെ കയ്യിലുള്ള ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. ഈ ശംഖിന്റെ സ്പർശന ശക്തി കൊണ്ട് തന്നെ മനുഷ്യൻ ജ്ഞാനിയായി തീരുന്നു. മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള ദിവ്യമായ വില്ലിന്റെ പേര് ശാർംഗം എന്നാണ്. വൈഷ്ണവ ചാപം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ഈ വില്ല് കോദണ്ഡം എന്നും അറിയപ്പെടുന്നു. ദേവശില്പിയായ വിശ്വകർമാവാണ് ശാർംഗം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. സുദർശന ചക്രമാണ് ഭഗവാന്റെ പ്രധാന ആയുധം. സുദർശന ചക്രം ദുഷ്ടന്മാർക്ക് ഭയാനകവും ശിഷ്ടന്മാർക്ക് സുദർശനവുമാണ്. അതായത് മംഗളകരമായ ദർശനം എന്ന അർത്ഥം. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും വിഷ്ണു ഭഗവാന് അസ്ത്രങ്ങളാകുന്നു. മഹാവിഷ്ണുവിന്റെ വാളാണ് നന്ദകം. വിദ്യാമയമായ ജ്ഞാനത്തോടു കൂടിയ നന്ദകം എന്ന വാളിനെ അവിദ്യയാകുന്ന ഉറിയിൽ ധരിക്കുന്നു. സുഗ്രീവൻ, മേഘപുഷ്പൻ, വലാഹലൻ, ശൈഭ്യൻ എന്നീ 4 കുതിരകളെ പൂട്ടിയ തേരിലാണ് വിഷ്ണു ഭഗവാന്റെ സഞ്ചാരം. ദാരുകനാണ് ഭഗവാന്റെ സാരഥി. കശ്യപപുത്രനായ ഗരുഡൻ വിഷ്ണു ഭഗവാൻ സ്മരിക്കുന്ന മാത്രയിൽ അദ്ദേഹത്തിന് മുന്നിലെത്തി വാഹനമായി തീരുന്നു. ഭഗവാന്റെ ഗദയുടെ പേര് കൗമോദകി എന്നാണ്. കൗമോദകിക്ക് ഭൂമിയിൽ സന്തോഷവും ഐശ്വര്യവും നൽകാനുള്ള ശക്തിയുണ്ട്. കൗമോദകി എന്നാൽ ഭൂമിയിൽ സന്തോഷം നൽകുന്നത് എന്നാണ് അർത്ഥം. വിഷ്ണു ഭഗവാന്റെ 4 തൃക്കൈകളിലായി ശംഖ്, ചക്രം, ഗദ, പങ്കജം എന്നിവ ധരിച്ചിരിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു പാലായിൽ അനേകം ആടയാഭരണങ്ങളോടും ആയുധങ്ങളോടും കൂടി ആദിശേഷന്റെ മുകളിൽ ശയിക്കുന്നു. ഇതെല്ലാമാണ് ഭഗവാന് പ്രിയപ്പെട്ട ആടയാഭരണങ്ങളും ആയുധങ്ങളും. ഏവർക്കും പുതിയ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണേ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.